എരുമപ്പെട്ടി പഞ്ചായത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ് ബീം സ്ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകും. CC മുകുന്ദൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാർ നിർത്തിവെക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. പെരിങ്ങൽകുത്തിലും പീച്ചിയിലും അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ് ചാലക്കുടി കരുവന്നൂർ പുഴകളിൽ വെള്ളമുയരാൻ ഇടയാക്കിയതെന്നും MLA. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. അരിമ്പൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടഞ്ചേരി, പറക്കുന്ന്, പാലപ്പെട്ടി, തൂവാറ തുടങ്ങിയ കുന്നുകളിലും വീടുകൾക്ക് സമീപവും കരിയന്നൂരിലെ കുന്നിൻ ചെരുവിലുള്ള വീടുകൾക്ക് സമീപവുമാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. കുട്ടഞ്ചേരി കുന്നത്ത് നാരായണന്റെ വീടിന് പുറകിലെ കുന്നിടിഞ്ഞിരുന്നു. 2018 പ്രളയത്തിലും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുട്ടഞ്ചേരിയിൽ ഏതാനും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കരിയന്നൂർ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന മുക്കിൽപുരയ്ക്കൽ ദാസൻ, മുക്കിൽപുരയ്ക്കൽ വേലായുധൻ, മടത്തിൽ പറമ്പിൽ ഭാസ്കരൻ, കരിയന്നൂർ മണി എന്നിവരുടെ വീടിന്റെ പുറകുവശത്താണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞത്. 60ഓളം വീടുകളും അപകട സാധ്യതാ പ്രദേശ പരിധിയിലുണ്ട്. ഇവർ താമസിക്കുന്ന കുന്നിനോട് ചേർന്ന് വലിയ അളവിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഭീമൻ കരിങ്കൽ ക്വാറികളുണ്ട്. 2018 പ്രളയകാലത്തും കരിയന്നൂർ കുന്നിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മണ്ണിടിയുന്ന ഭൂമികൾ തട്ടുകളാക്കി രൂപമാറ്റം വരുത്തുവാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. കുന്നംകുളം തഹസിൽദാർ OV ഹേമ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ TS സുരേഷ് കുമാർ, PS ശശി, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, വാർഡ് മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, സതി മണികണ്ഠൻ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ് ബീം സ്ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകാൻ തീരുമാനം. CC മുകുന്ദൻ MLA ചാഴൂരിൽ വിളിച്ചു ചേർത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. താൽക്കാലികമായി കമാൻഡോ മുഖം നിർമ്മിക്കാൻ 14 ലക്ഷം ആവശ്യമുണ്ടെന്ന് കലക്ടർ നിയോഗിച്ച സമിതി വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫണ്ട് കണ്ടെത്താനായി MLA യോഗം വിളിച്ചത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ തുക വീതിച്ചു നൽകാനാണ് തീരുമാനം. ഇതുപ്രകാരം ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 3 ലക്ഷം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം, ചേർപ്പ്, പാറളം, ചാഴൂർ, താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ 1 ലക്ഷം രൂപ വീതവുമാണ് നൽകാൻ തീരുമാനിച്ചത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈ തുക ഉടൻ കൈമാറും. യോഗത്തിൽ തഹസിൽദാർ സുനിത ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AK രാധാകൃഷ്ണൻ, KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. MLAയുടെ 2022-2023 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കരുവന്നൂർ പുഴ കമാൻഡോ മുഖത്തും ചിറക്കൽ തോടിൽ പടൂക്കടവിലും FRP ഷട്ടർ സ്ഥാപിക്കുന്നതിനായി 46 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ആയിട്ടുള്ളതിനാൽ ആ പ്രവൃത്തി വേഗം പൂർത്തീകരിക്കണമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ഈ പ്രവൃത്തി നടപ്പിലാവുന്നതോടെ കമാൻഡോ മുഖത്ത് ഷട്ടർ സ്ഥിരം സംവിധാനമാകും. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാർ നിർത്തിവെക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA ആവശ്യപ്പെട്ടു. ജലജാഗ്രതാ സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചേർന്ന് നടത്തിയ ജലജാഗ്രതാ സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 29-ന് പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറുന്നതുവരെ തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്ന് MLA പറഞ്ഞു. പെരിങ്ങൽകുത്തിലും പീച്ചിയിലും അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ് ചാലക്കുടി കരുവന്നൂർ പുഴകളിൽ വെള്ളമുയരാൻ ഇടയായതെന്ന് MLA പറഞ്ഞു. പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷയായി. റിവർ പ്രൊട്ടക്ഷൻ ഫോറം കൺവീനർ SP രവി, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ഫാദർ വിൽസൺ എലുവത്തിങ്കൽ, ഫാദർ വർഗീസ് പാത്താടൻ, ശ്രീഹരി മൂക്കന്നൂർ, ഡെന്നിസ് K ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു.
കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസ് റോഡിൽ 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. പരാരത്ത് പറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ചകത്ത് കടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു. സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മൈക്കിളും കുടുംബവും വിദേശത്താണ് താമസം. മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. വ്യാപകമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1 2 3 ഇത് നിരന്തരമായി ആളുകൾ പേടിച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഈ പരിസരത്തുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു നടപടി വേണം. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ച് ഉടനെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി വേണം. ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അടിയന്തരമായ നടപടി ആവശ്യമാണ്. അരിമ്പൂർ പഞ്ചായത്തിൽ 14 പേർ ഡെങ്കിപ്പനി ബാധിതരായി ചികിത്സയിൽ. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അരിമ്പൂർ പഞ്ചായത്തിൽ 1.5 മാസത്തിനുള്ളിൽ 34 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു. ഇതിൽ ഭൂരിപക്ഷം പേർക്കും പുറമേ നിന്നുള്ള സമ്പർക്കത്തിലാണ് ബാധിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 6-9 വാർഡുകളിലാണ് കൂടുതൽ പേർ ഡെങ്കിപ്പനി ബാധിതരായത്. വെള്ളം കെട്ടിനിൽക്കുന്നതാണ് ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകുകൾ പെരുകാനിടയാക്കുന്നതെന്നും ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദീപക് മേനോൻ പറഞ്ഞു. നമുക്ക് അരിമ്പൂർ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ 14 ആക്റ്റീവ് ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പക്ഷേ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഇതിന് മതിയായ റെസ്റ്റും നിർജ്ജലീകരണം തടയാനുള്ള നടപടികളും കൊണ്ട് മാത്രം നമുക്ക് ഏവരും ചികിത്സിക്കാവുന്നതാണ്. കൂടാതെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ കൊതുക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള ആക്റ്റീവായിട്ടുള്ള ശ്രമം ഓരോരുത്തരുടെ പക്കൽ നിന്നും ഉണ്ടാവേണ്ട സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെങ്കിപ്പനി മൂലം മേഖലയിൽ ആരും ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരാൾക്ക് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രതയിലാണ്. പരിസര മലിനീകരണം, വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം, പൊന്തക്കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയവയാണ് കൊതുകുകൾ വളരാൻ ഇടയാക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകളിലെത്തി ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ പറഞ്ഞു. ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും കൊതുക് വരുന്ന ഭാഗങ്ങൾ കൂത്താടികളെ നശിപ്പിച്ചു കളഞ്ഞു. പൊതുവെ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടാണ് നമ്മളിപ്പോ ഫോഗിങ് എല്ലാ വാർഡുകളിലും പോയി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തും ദിവസമായിട്ട് പോണില്ല. TCV ന്യൂസ് തൃശൂർ. വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്തു നിന്നും കണ്ടെത്തിയ മലമ്പാമ്പിന് വീട്ടുടമ കാവലിരുന്നത് 2 ദിവസം. മലമ്പാമ്പിനെ കൊണ്ടുപോകാൻ വനം വകുപ്പ് വൈകിയതായി പരാതി. വിവരമറിയിച്ചിട്ടും വനപാലകർ എത്താതിരുന്നതിനാലാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ മാരാത്തുകുന്ന് റോഡിലെ കരിവെട്ടിക്കൽ വീട്ടിൽ ഉമ്മറിന് 2 ദിവസം പാമ്പിനെ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വന്നത്. വീടിന്റെ മതിലിനരികിൽ പതുങ്ങിക്കിടന്ന പാമ്പിനെ കണ്ട് വനം വകുപ്പിൽ വിവരമറിയിച്ചു. ബൈക്കിലെത്തിയ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാൻ വാഹനമില്ലെന്ന് പറഞ്ഞ് പാമ്പിനെ ചാക്കിൽ കെട്ടി വീട്ടുടമയെ ഏൽപ്പിച്ചു എന്നാണ് ആക്ഷേപം. തുടർന്ന് വീട്ടുടമ 2 ദിവസം മലമ്പാമ്പിന് കാവലിരിക്കേണ്ടി വന്നു. തുടർന്ന് നിരന്തരം വനം വകുപ്പ് ഓഫീസിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് 2ാം ദിവസം ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ കൊണ്ടുപോയത്. എന്നാൽ സംഭവത്തിൽ മനഃപൂർവ്വമായ വീഴ്ച വന്നിട്ടില്ലെന്നും വാഹന സൗകര്യമില്ലാതിരുന്നതിനാലാണ് വൈകിയത് എന്നും നിലവിൽ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന് വാഹനമില്ല എന്നും മച്ചാട് റേഞ്ച് ഓഫീസർ RS പ്രവീൺ വ്യക്തമാക്കി. TCV ന്യൂസ് വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂരിൽ ബാർബർ ഷോപ്പിലേക്ക് പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കടയിലുണ്ടായിരുന്നയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല പടഞ്ഞ കാരോളി വീട്ടിൽ പ്രദീപ് എന്ന പ്രതീക്ഷനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2009 ഫെബ്രുവരി 19 കണ്ടംകുളം ക്ഷേത്രത്തിന് സമീപത്തെ ബാർബർ ഷോപ്പിൽ പടക്കമെറിഞ്ഞ പ്രദീപ് ബാർബർ ഷോപ്പിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് കോടതി പ്രദീപിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. SI തോമസ്, CPOമാരായ ഉണ്ണികൃഷ്ണൻ, ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പൂവത്തൂരിൽ 3 പേർക്ക് പരിക്കേറ്റു.
ചൂളപ്പുര സ്വദേശി വാലിപ്പറമ്പിൽ ഖാലിദ്, കുളങ്ങരകത്ത് ഉമൈബാൻ, ആയുഷുമ്മ എന്നിവർക്കാണ് കടിയേറ്റത്. ആയുഷുമ്മയെയും ഉമൈബാനെയും തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ഓടിയെത്തിയതായിരുന്നു ഖാലിദ്. മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടി. പൂവത്തൂർ, പാവറട്ടി മേഖലകളിൽ തെരുവ് നായ് ശല്യം രൂക്ഷമാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി KSRTC ഡിപ്പോ നവീകരണത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപയുടെ പദ്ധതിയാണ് ഡിപ്പോ നവീകരണത്തിന് സർക്കാരിൽ സമർപ്പിച്ചത്. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ആധുനിക സൌകര്യങ്ങളടങ്ങുന്ന 2 ഡോർമെറ്ററികൾ, ടോയ്ലറ്റുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. ചാലക്കുടി ഡിപ്പോയെ ടൂറിസം ഹബ്ബാക്കുന്നതിന്റെ സംവിധാനങ്ങളും പദ്ധതിയിലുണ്ടാകും. KSRTC അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ റഷീദ്, ATO KJ സുനിൽ, നഗരസഭാ കൌൺസിലർ നിത പോൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 24-നാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിനേഷിനെ 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നിയമം ലംഘിച്ച് ചന്ദ്രാപിനിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും 300 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ പ്രാദേശിക മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരായ ഹസീന ഇബ്രാഹിമും PV സമീറും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് P. വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുന്നറിയിപ്പില്ലാതെ അനിയന്ത്രിതമായി പീച്ചി ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കി വിട്ടത് മൂലമാണ് മൂർക്കനിക്കര, കൈനൂർ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതിന് കാരണമെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പല വീടുകളും താമസിക്കാൻ പറ്റാത്ത വിധം തകർന്നുപോയി. വർഷങ്ങളായി പുഴ വൃത്തിയാക്കാത്തതുമൂലം മണലും മറ്റും അടിഞ്ഞുകൂടിയത് ദുരന്തത്തിന് ആക്കം കൂട്ടി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സൂചകമായി ബുധനാഴ്ച രാവിലെ 10 മുതൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ R. സുനന്ദൻ, KR വിശ്രുതാക്ഷൻ, VA കൃഷ്ണൻ, K. രവി, വത്സല ശിവദാസ്, KK മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ വഞ്ചിക്കടവിലെ കുളവാഴ നീക്കം ചെയ്തു തുടങ്ങി. കുളവാഴ നീക്കം ചെയ്യാൻ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് എത്തിയെങ്കിലും ഇത് പ്രവർത്തിക്കുന്നതിനുള്ള ഇന്ധനം നൽകാത്തതിനാൽ പ്രവൃത്തി തുടങ്ങാനായിരുന്നില്ല. പൊതുപ്രവർത്തകരായ MV അരുൺ, CS അനിൽകുമാർ, പ്രജ്ഞൻ കുന്നത്തുള്ളി എന്നിവർ ദുരന്ത നിവാരണത്തിന്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടറെ കണ്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ മണലൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യമുള്ള ഡീസൽ അടിച്ചുകൊടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. 100 ലിറ്റർ ഡീസൽ നൽകാമെന്ന് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുളവാഴ നീക്കം ചെയ്യൽ പുനരാരംഭിച്ചത്. വയനാടിന് കൈത്താങ്ങായി ചാലക്കുടി നഗരസഭ 10 ലക്ഷം രൂപ നൽകുമെന്ന് ചെയർമാൻ എബി ജോർജ് അറിയിച്ചു. അടുത്ത കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. കൌൺസിലർമാർ, ജീവനക്കാർ, ഹരിതകർമ്മ സേനാ വിഭാഗം എന്നിവർ ചേർന്ന് 4 ലക്ഷം രൂപയും നൽകും. MLA മുഖാന്തരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറുമെന്ന് നഗരസഭാ ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് പാഴായിയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പാഴായി സ്വദേശി തൈശുവളപ്പിൽ വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തൃത്താലയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രക്കാർ. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട കൊല്ലാട്ടി ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട കാർ മോഷ്ടിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ തുമ്പലത്തി വീട്ടിൽ പ്രവീണനെയാണ് മോഷ്ടിച്ച വാഹനം സഹിതം കോന്തിപ്പലം റോഡിൽ നിന്നും പിടികൂടിയത്. പ്രതി മുൻപും കളവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. SHO അനീഷ് കരീം, പോലീസ് ഉദ്യോഗസ്ഥരായ K. അജിത്, PR ദിനേശ്, ഷംനാഥ് തുടങ്ങിയവർ മോഷ്ടാവിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു.
മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കൊണ്ടാഴി, തിരുവല്ലാമല പഞ്ചായത്തുകളിലെ വിവിധ കടകളിലും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. മാലിന്യം അശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട 14 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ആകെ 70,000 രൂപ പിഴ ചുമത്തി. മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയ സ്കൂളുകൾക്കും പിഴ ചുമത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ രജനീഷ് രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി വയനാട്ടിൽ 3 ഏക്കർ സ്ഥലം നൽകുന്നതിനും സ്ഥാപനവും തൊഴിലും നഷ്ടപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുന്നതിന് വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ദുരന്തമുഖത്ത് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. ഗുരുവായൂരിലെ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. ക്ഷേത്രത്തിലെത്തുന്ന വാഹനങ്ങൾ നഗരം ചുറ്റുന്ന രീതിയിലാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയത്. റെയിൽവേ മേൽപ്പാലം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് നിലവിൽ മഞ്ജുലാൽ വഴി പ്രവേശിക്കാൻ അനുമതിയില്ല. ഇത് നഗരത്തിലെത്തുന്നവർക്കും പ്രദേശവാസികൾക്കും ദുരിതമാവുകയാണ്. അശാസ്ത്രീയമായി ഗതാഗത ക്രമീകരണം നടത്തിയതിൽ വ്യാപാരികളും ലോഡ്ജ് ഉടമകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പത്രവാർത്തകളുടെ തോഴനാണ് പുല്ലൂറ്റ് മന്നനപ്പള്ളി സ്വദേശി ഏറാട്ടുപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന 71 വയസ്സുകാരൻ. 1978 മുതൽ തുടങ്ങിയ പത്രവാർത്താ ശേഖരണം അബ്ദുൽ ഖാദർ ഇപ്പോഴും തുടരുകയാണ്. ശ്രദ്ധേയങ്ങളും വ്യത്യസ്തവുമായ പത്രവാർത്തകൾ വെട്ടിയെടുത്ത് ആൽബമാക്കി സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. 46 ആൽബങ്ങളിലായി ഏകദേശം 45,000-ഓളം വാർത്തകൾ അബ്ദുൽ ഖാദർ ശേഖരിച്ചിട്ടുണ്ട്. ഖത്തറിൽ വെച്ച് ഒരു വാർത്തയെ ചൊല്ലി സുഹൃത്തുക്കളുമായി ഉണ്ടായ തർക്കമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തമായ ഹോബിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. ഒരു വാർത്ത അത് ഇങ്ങനെ കൂട്ടുകാരന്മാരിൽ സംസാരിച്ചപ്പോൾ ഞാൻ വായിച്ച വാർത്ത അത് മറ്റു 2 കൂട്ടുകാരന്മാരെ തന്നെ അങ്ങനെയൊന്നും വന്നിട്ടില്ല, അബ്ദുൽ ഖാദർ വെറുതെ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ തർക്കം വന്നതിന് ശേഷമാണ് ഇത് ചെയ്തു തുടങ്ങിയത്. ഞാൻ പറയും ഞാൻ വായിച്ച വാർത്തയാണ്, അവരോട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നീട് മുതൽ അതിനോട് താല്പര്യമായി. പിന്നെ വരുന്ന വാർത്തകളൊക്കെ അതേപോലെ തന്നെ വെട്ടി സൂക്ഷിച്ചു വെക്കും. പ്രവാസ ജീവിതം മതിയാക്കി അബ്ദുൽ ഖാദർ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു പെട്ടി നിറയെ വാർത്തകളുമായാണ്. 5 പത്രങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ഇദ്ദേഹം അവയിൽ പ്രാധാന്യമുള്ളവ വെട്ടിയെടുത്ത് ആൽബത്തിൽ ഒട്ടിക്കുകയാണ് പതിവ്. ഒരേ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ഒരു ആൽബത്തിൽ സൂക്ഷിക്കുകയും വാർത്തകൾക്ക് നമ്പറും തീയതിയും നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന വാർത്തകൾ വായിക്കാൻ പലരും എത്താറുമുണ്ട്. ഒരിക്കൽ ഖത്തറിൽ നിന്നും വാർത്ത നിറച്ച പെട്ടിയുമായി അവധിക്ക് നാട്ടിലേക്ക് പുറപ്പെട്ട അബ്ദുൽ ഖാദറിനെ ഖത്തർ എയർപോർട്ടിൽ അധികൃതർ തടഞ്ഞുവെക്കുകയുണ്ടായി. പാഴ്പേപ്പറിൽ നിന്നുപോലും വാർത്ത മുറിച്ചെടുക്കുന്ന ഈ 71 വയസ്സുകാരൻ വ്യത്യസ്തമായ ഹോബിയിലൂടെ നാട്ടുകാർക്കിടയിൽ ശ്രദ്ധേയനാണ്. ഭാര്യ സുഹ്റയും വിവാഹിതരായ മക്കൾ റൈഹാനാത്ത്, റഹ്മത്ത് എന്നിവരും അബ്ദുൽ ഖാദറിന്റെ വാർത്താപ്രിയത്തിന് കൂട്ടായുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മലമ്പാമ്പിനെ പിടിച്ച് കറിവെച്ച യുവാവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ രാജേഷിനെയാണ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ച് വെച്ചതായി കണ്ടെത്തിയിരുന്നു. ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. തളിയക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ TM ഷിഹാസ്, VV ഷിജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ EV ബാബു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞുനിന്ന മരശിഖരങ്ങൾ മുറിച്ചുമാറ്റി. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ പാടം വരെ നിരവധി പാഴ്മരങ്ങളാണ് അപകട ഭീഷണിയായി നിന്നിരുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്ന് KSTP അധികൃതർ കല്ലുംപുറം സെന്ററിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയത്. തിരക്കേറിയ സംസ്ഥാന പാതയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചാണ് അപകടമില്ലാതെ മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്.
കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് 9 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്നാരോപിച്ചായിരുന്നു സമരം. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, നേതാക്കളായ സജയ് വയനപ്പിള്ളി, KK രാജേന്ദ്രൻ, AA ഇക്ബാൽ, PM അബ്ദുൽ സലീം, TK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ കിസാൻ സംഘിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ശനിയാഴ്ച ചേലക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം BKS സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് M വിദ്യാസാഗർ അധ്യക്ഷത വഹിക്കും. ജില്ലാ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് M വിദ്യാസാഗർ, ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി, പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് MU കൃഷ്ണൻകുട്ടി, സ്റ്റേറ്റ് വുമൻസ് കോർഡിനേറ്റർ MC വത്സലകുമാരി, ഡിസ്ട്രിക്ട് വുമൻ കോർഡിനേറ്റർ മഞ്ജുഷ രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം രൂപപ്പെട്ട അപകടക്കുഴി സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബ്ബ് അംഗങ്ങളും DYFI പ്രവർത്തകരും ചേർന്നാണ് കുഴികൾ കല്ലും മണ്ണുമിട്ട് താൽക്കാലികമായി അടച്ചത്. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ 4 മാസങ്ങൾക്ക് മുൻപാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടത്. ക്ലബ്ബ് ഭാരവാഹികളായ മുസമിൽ, CPM പെരുമ്പിലാവ് ബ്രാഞ്ച് സെക്രട്ടറി നിയാസ്, മുഹമ്മദ് അലി, നൌഷദ്, ജാസിം തുടങ്ങിയവർ കുഴിയടക്കലിന് നേതൃത്വം നൽകി. മാസം മുന്നേ PWയുടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് തകർന്ന ഏരിയയാണ് ഇപ്പോൾ. ആ ഏരിയ വാഹനങ്ങൾ കയറാൻ പറ്റാതെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ബൈക്കുകൾ വീണിട്ടും പഞ്ചായത്ത് മുഖേന ബന്ധപ്പെട്ടിട്ട് 2-3 പ്രാവശ്യം കോറി കൊടുത്തിട്ട്, പക്ഷേ എന്നിട്ട് റോഡ് ശരിയായിട്ടില്ല. അങ്ങനെ സന്നദ്ധ സംഘടന പ്രോഗ്രസീവ് ക്ലബിൻ്റെ സന്നദ്ധ സംഘടന അവർ ഒക്കെ കൂടി ഞായറാഴ്ച ഏകീകരിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. സർവീസ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നും പലിശ സഹിതം ഈടാക്കുമെന്ന കോടതി ഉത്തരവുകൾ വിസ്മരിച്ച് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 2023 ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച മണലൂർ സ്വദേശിനി ഗീതാ പ്രേമിന്റെ എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെയുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ 1 മാസത്തിനകം നൽകണമെന്നും കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകി. ആനുകൂല്യങ്ങൾ നൽകിയ വിവരം ഓഗസ്റ്റ് 10 കമ്മീഷനിൽ ഹാജരാക്കണമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നു. 2015 മുതൽ പരാതിക്കാരി ചികിത്സയ്ക്കായി സമർപ്പിച്ച അവധി അപേക്ഷകൾ അംഗീകരിക്കാത്തത് കാരണമാണ് ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ കാലതാമസമുണ്ടായത്. എന്നാൽ അവധി അപേക്ഷകൾ കൃത്യമായി ലഭിച്ചിരുന്നില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ഇല്ലം നിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരിഹര അയ്യർ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഗോപുരനടയിൽ അരിമാവണിഞ്ഞ് നാക്കിലിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ വെച്ച് പൂജിച്ചതിനു ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് CV വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 2 ഗജവീരന്മാരെ അണിനിരത്തി ഗജപൂജയും ആനയൂട്ടും നടന്നു. മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ആദ്യ ഉരുള നൽകിയതിനു ശേഷം ഭക്തജനങ്ങൾ ആനയൂട്ട് നടത്തി. ക്ഷേത്രമൂരായ്മ കേളത്ത് ശാന്തകുമാർ, കേളത്ത് പാർവതി വലിയമ്മ, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി പ്രസിഡന്റ് V ശ്രീധരൻ, സെക്രട്ടറി C ജയേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം മൂലം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി കയ്പമംഗലം കേര കർഷക സൊസൈറ്റി. കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വരന്തരപ്പള്ളി ഗാലക്സി ക്ലബിന്റെ കൈത്താങ്ങ്. ഗാലക്സി ക്ലബിലെ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച 1,32,700 രൂപ KK രാമചന്ദ്രൻ MLAക്ക് ക്ലബ്ബ് പ്രസിഡന്റ് ഔസേബ് ചെരടായി കൈമാറി.
പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു പ്രിയൻ, ക്ലബ്ബ് സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി, ട്രഷറർ പി കെ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം തിരിച്ചെത്തിയ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിന് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ആംബുലൻസ് ഡ്രൈവർമാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ACP CR സന്തോഷ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, SHO UK ഷാജഹാൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ, മലങ്കര ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിക്സൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കൺവീനർമാരായ CV ജെയിംസ്, PJ ജോമി, കൈക്കാരന്മാരായ EA ജെയിംസ്, ET ജോബി, PV ടോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. മാള പാറപ്പുറത്ത് പച്ചക്കറി കടയിൽ നിന്ന് 8,000 രൂപ മോഷ്ടിച്ചയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ താണിശ്ശേരി കൂടത്തിങ്കൽ ജിഷ്ണുവാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രിയാണ് കടയുടെ ഗ്രില്ല് തുറന്ന് മോഷണം നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,385 രൂപ, പവന് 51,080 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,287 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ്, ബീം, സ്ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകും. CC മുകുന്ദൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർക്കര നിർത്തിവെക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. പെരിങ്ങൽകുത്തിലും പീച്ചിയിലും അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ് ചാലക്കുടി കരുവന്നൂർ പുഴകളിൽ വെള്ളമുയരാൻ ഇടയാക്കിയതെന്നും MLA. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. അരിമ്പൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.